അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, റമദാൻ്റെ പുണ്യമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ മാസം. ഖുർആനിലൂടെ അള്ളാഹു ഒരുപാട് ദുആക്കൾ നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്തുന്നതായി പറഞ്ഞു തന്നിട്ടുണ്ട്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൂടെ ആ ദുആക്കളെല്ലാം നമുക്ക് പ്രാവർത്തികമാക്കി കാണിച്ചു തന്നിട്ടും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഖുർആനിൽ ഒരുപാട് ദുആക്കളിൽ ഒരു ദുആയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത്, നാം എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ വാഹനത്തിൽ യാത്ര ചെയ്യാത്തവരായി ആരുമുണ്ടാവില്ല. വാഹനത്തിൽ കയറുമ്പോൾ എന്താണ് നാം ദുആ ചെയ്യേണ്ടത്? ഖുർആന്റെ 43-ാമത്തെ അധ്യായം സൂറത്ത് സൂറുഫിന്റെ 13-ാമത്തെ വചനത്തിന്റെ അവസാനത്തിലും 14-ാമത്തെ വചനത്തിലുമായി അള്ളാഹു പറയുന്നു: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അതായത്, ഈ വാഹനത്തെ എനിക്ക് ഉടമപ്പെടുത്തി തന്നവൻ മഹാപരിശുദ്ധനായ അള്ളാഹു ആകുന്നു. എനിക്ക് സ്വന്തമായി ഇതിനെ ഉടമപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. ഞങ്ങൾ എല്ലാവരും അവൻ്റെ പാശത്തിലേക്ക് തിരിച്ചു വരുന്നവരുമാകുന്നു. അതായത്, നാം ഒരു വാഹനത്തിൽ കയറി കഴിയുമ്പോൾ, അത് വാഹനം ഏതായിരുന്നാലും ശരി, നാം പരിശുദ്ധനായ അള്ളാഹുവിനെ ആദ്യം വാഴ്ത്തണം. കാരണം സ്വന്തമായി അതിനെ അടിമപ്പെടുത്തുവാൻ കഴിവില്ലാത്ത നമുക്കൊരു അനുഗ്രഹമായി തന്നവൻ അള്ളാഹു ആകുന്നു. ഇങ്ങനെ ഖുർആനിലെ ഓരോ ദുആക്കളെയും നാം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്കത് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഖുർആന്റെ പ്രചാരകരും പ്രയോക്താക്കളുമായി മാറുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. റമളാനിന്റെ ഈ പുണ്യദിനരാത്രങ്ങളിൽ എല്ലാ പുണ്യങ്ങളും കരസ്ഥമാക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.